ഭാസ്കരേ, ഇതിന്റെ മെഹർ എത്രയാ? 140. ദേ കിടക്കുന്നു. നല്ല പിടക്കനായാലും 1/2 കിലോ തൂക്കട്ടെ. വേണ്ട, ഇപ്പൊ തന്നെ ഉള്ള വീടും പറമ്പും പണയത്തില്ല. വേണമെങ്കിൽ 1/2 കിലോ കൊണ്ടുപോകും. നല്ല ഉറക്കച്ചടവുണ്ടല്ലോ. ഈ വെളുപ്പിന് എഴുന്നേറ്റ് പോണേ. നിനക്കല്ല, മീന്. മുഖം കണ്ടിട്ട് നല്ല പരിചയമുള്ള എനവാണല്ലോ. കൊടുക്കാനാണ് നായരെ. നായരെ കൊടുത്തപ്പോ മേടിച്ചതാ മാപ്പിളെ. പിടികിട്ടി. ഇത് നമ്മുടെ ഭാസ്കരന്റെ അനുവല്ലേ? ക്ടാവ് പരുവത്തി ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഇനം. എന്നാലും അത് വിൽക്കാൻ നേരത്ത് അവൻ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. വെറുതെ അല്ല അവന്റെ മോളും വല്ലവനും കൂടെ ഒളിച്ചോടി പോയത്. അവനോട് 2 വാക്ക് പറഞ്ഞിട്ട് എന്നെ കാര്യം. അങ്ങനെ വിട്ടാ പറ്റിയല്ലോ. അത്രക്കായി അവൻ. അല്ലെങ്കിൽ തന്നെ ആ പെങ്കൊച്ചു പോയ പിന്നെ മരിച്ച മയ്യത്ത് പോലെ 2 എണ്ണം അവിടെ ജീവിക്കണേ. ഇനിയിപ്പോ ആ കാക്ക എവിടെ ചെന്ന് വല്ല ഒച്ചപ്പാടുണ്ടാക്കുവോ എന്റെ പഠിച്ചോ. ഭാസ്കറിന്റെ കാര്യം കഷ്ടമാണ്. പണ്ടൊക്കെ പുള്ളീനെ പണിക്ക് കിട്ടണമെങ്കിൽ എത്ര ദിവസം പിന്നാലെ നടക്കണം. ഇപ്പൊ ആർക്കും വേണ്ട. പണിയില്ല, പഴയ ഉത്സാഹമൊന്നുമില്ല. അതുകൊണ്ടാ. പഠിച്ചോനെ. കിടാവിനെ കൊടുത്തതിന് നിനക്ക് വിഷമായില്ലേ? സാരമില്ല. നമ്മൾ ശ്രദ്ധിക്കാത്ത പിന്നെ പാലും കുറഞ്ഞു, അത് ക്ഷീണിച്ചും പോയി. കിടാവും ചത്തില്ലേ? കാര്യം നല്ല ഏനോ, ആർക്കെങ്കിലും ഗുണമായിക്കോട്ടെ. നമുക്കിനി പശുവും വേണ്ട, കോഴിയും വേണ്ട, ഒന്നും വേണ്ട. നമുക്കിനി നമ്മൾ മാത്രം മതി. ആരെ വിളിക്കുന്നുണ്ട്? എടാ ഭാസ്കര, മനുഷ്യനായ നന്ദി വരോടാ നന്ദി. ഈ വഴി കാണുന്ന കൊടിച്ച് പട്ടിയില്ലേ, അതിന് ചുമ്മാ ഒന്ന് നോക്കിയാ മതി. അത് പിന്നെ കാണുമ്പോഴേ വാലയിലും ആട്ടിക്കാണിക്കും. നിന്നെ ഉണ്ടല്ലോ മൃഗത്തിന്റെ കൂട്ടത്തിൽ പോലും കൂട്ടാൻ കൊള്ളിയല്ല. ഞാൻ എന്ത് ചെയ്തു ഇക്ക പറയുന്നേ? അയ്യോ, ഞാൻ എന്നാ ചെയ്തെന്ന് അപ്പൊ നിനക്കൊന്നും അറിയേല. എടാ, ഞാൻ ഒറ്റ കാരണമാണോ നിനക്ക് ആ കിടാവിനെ കിട്ടിയത്? എന്നിട്ട് നീ എനിക്ക് എത്രയാ കയറുകൂലി തന്നത്? 300 തൊലി. ഈ 300 തൊലി എന്ന് പറഞ്ഞാ 4 ചായക്കുള്ള കാശേ ഉള്ളൂ. നീ ഇവിടെ നോക്കടാ. എന്നിട്ട് ഞാനത് പൊരുത്തപ്പെട്ടതേ നിന്നെ കൊണ്ട് ഇനി എനിക്ക് ഗുണം ഉണ്ടാവുന്ന കരുതിയിട്ടാ. എന്നിട്ട് നീ അതിനെ കൊടുത്തപ്പം എന്നോടൊരു വാക്ക് ചുമ്മാതെങ്കിലും ചോദിച്ചോടാ. ഈടാ, നീ മനുഷ്യനാണോടാ? നന്ദി കെട്ടവൻ. വെറുതെ അല്ലടാ നിന്റെ മോള് ഞങ്ങളുടെ കുടുത്തി കൂടിയത്. ഏരെണ്ണം കെട്ടവനെ. അതിനെന്താ ഇവിടെ ഉണ്ടായത്? ചുമ്മാ തൊപ്പിയും വെച്ച് ഇറങ്ങിയിരിക്കുക. നിങ്ങൾ വിഷമിക്കണ്ട, ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ജാതിയാ.
അങ്ങോട്ട്. വാ ഇങ്ങോട്ട്. താത്ത, ഈ ഐഷത്താത്തയുടെ വീട് എവിടെയാ? മംഗലത്ത് വീട്ടുപണിക്കൊക്കെ പോണ. ഓ അതോ? അല്ല, നീ ആ ഭാസ്കരന്റെ പെണ്ണല്ലേ? മകളുടെ വിശേഷം അറിയാൻ പോണായിരിക്കും. യാട്, നിന്റെ മോള് നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാ. ജാതി മതമൊന്നും നോക്കാതെ പുളിങ്കൊമ്പിലല്ലേ കേറി പിടിച്ചേക്കണത്. ചെല്ല്, ചെന്ന് മോളുടെ വിശേഷം അറിയും. കുറച്ചങ്ങോട്ട് ചെന്നാ ആദ്യം കാണുന്ന ഊടുവഴിക്ക് ഇറങ്ങിയ 4ാമത്തെ വീടാ. ചെല്ല്, ഇങ്ങോട്ട് നടക്കാടെ. ഒരെണ്ണുള്ളെങ്കിലും ഒലക്കൊക്കെ അടിച്ച് വളർത്തണം എന്നാ പഴമക്കാര് പറയണത്. അതെത്ര നേരാ? അല്ലെങ്കിലേ കുട കമത്തി വെള്ളം ഒഴിച്ചതുപോലെയാവും, നേരെയാവില്ല. ഇങ്ങോട്ട് നടക്കാടെ. തോറ്റ്. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ആരാ? ഐഷത്താത്തയുടെ വീടല്ലേ? അതെ. ഒരു കാര്യം പറയാണ്ടായിരുന്നു. ഉമ്മ പണിക്ക് പോയിരിക്കുക. ആണോ? ആരാ സീനോ? ഉമ്മേനെ തിരക്കി വന്നതോ ഉമ്മച്ചി? ഒരു ചേച്ചിയാ. ആ ദാ ഉമ്മ വരണുണ്ട്. ആരാ? ഞങ്ങളുടെ കൊച്ചാ മംഗലത്തെ. ആ മനസ്സിലായി മനസ്സിലായി, ഭാസ്കരന്റെ. കേറിയിരിക്കുമോളെ, ഞാൻ മംഗലത്ത് നിന്ന് വരണ വഴിയാ. കേറിയിരിക്കാൻ സമയമില്ല, ഞാൻ ആളോട് പറയാതെ വന്ന. കൊച്ചിനവിടെ സുഖാണോ? അവിടെ സുഖത്തിന് എന്താ മോളെ ഒരു കുറവ്? നമ്മളെ പോലെയാണോ? വലിയ വീട്ടുകാരല്ലേ, എല്ലാവർക്കും അവളെ വലിയ കാര്യമാ. ആദ്യമൊക്കെ റാബിയൊക്കെ ഇഷ്ടക്കുറവുണ്ടായിരുന്നു, ഇപ്പൊ സ്വന്തം പെൺമക്കളെക്കാളും കാര്യമാ. പിന്നെ എന്താന്ന് വെച്ചാ, നിങ്ങളെയൊക്കെ ഓർക്കുമ്പോ ആ മോക്ക് നല്ല വിഷമമുണ്ട്. അല്ലോ, പറയാൻ മറന്നു, ഒരു സന്തോഷ വർത്താനുണ്ട് കേട്ടാ. മോക്ക് വിശേഷമായി. കാലത്തൊരു ചെറിയ തലകറക്കുണ്ടായി. കാറും വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോയി. വിവരം അറിഞ്ഞപ്പോ പറയണ, ഓ മംഗലത്ത് പെരുന്നാളാർന്ന്. ഇത് പായസ. വിവരം ഇന്ന് തന്നെ അറിയാൻ ഇത് കുറച്ച് കുടിക്കാൻ യോഗം ഉണ്ടായില്ല. ഓ പടച്ചോന്റെ കുതിരത്തെ. ഏതായാലും മോളെ കൊണ്ട് കയറി, ഇത് കുറച്ച് കുടിച്ചിട്ട് പോയാ മതി. വാ മോളാ, കേറി വാ. വാ മോളെ. എന്റെ മോളാ. ചേച്ചിയോട് ആദ്യം സംസാരിച്ചത് എൻ്റെ മോളാ. അവൾക്ക് 2 വയസ്സുള്ളപ്പോ കിണറ്റിൻകരയിൽ കാല് തെറ്റിയൊന്ന് വീണതാ. 14 കൊല്ലമായിട്ട് ഇപ്പോഴീ കിടപ്പ് തന്നെയാ. മരുന്നും വൈദ്യം കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കൊച്ചിന്റെ പാപ്പ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേൾക്കണു. അന്വേഷിക്കാതായപ്പോ ഞങ്ങളും തിരക്കാറില്ല. ചേച്ചിതാ പായസം. കുടിക്കുമോളെ. ഞാനിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചോളാം. അവിടെ കൊച്ചിന്റെ അച്ഛനല്ലേ? അത് ശരിയാ മോളെ. കുറച്ചെടുത്തിട്ടേ ആ പാത്രം എടുത്ത് ചേച്ചിയുടെ കൈ കൊടു. ഈ മധുരം കഴിക്കേണ്ടത് ഇവരാ. നാളെ എനിക്ക് ആ മോളോട് പറയാലോ. ഷോ, അതിനൊരു സന്തോഷമാകും. ശരി. നീ കുടിച്ചോ? പിന്നെ കുടിക്കാം. അവർക്ക് സ്വന്തം വീട്ടിലെ പെങ്കൊച്ചുങ്ങളെ പോലെ തന്നെയാണ് നമ്മളെ കൊച്ചു. കാറും വേണ്ട കാശും പണവും വലിയ വീടും ഉള്ളിടത്ത് ചെന്ന് കയറാനായിരുന്നു യോഗം. എല്ലാം നമ്മുടെ കൊച്ചിൻ്റെ ഒരു ഭാഗ്യമാണ്.
അപ്പം നമ്മളോ? ഭാഗ്യവും യോഗവും ഇല്ലാത്ത അച്ഛനും അമ്മയും.